ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണമില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയെന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് നിലപാട് സ്വീകരിച്ചിരുന്നു. പോലീസ് അന്വേഷണം തൃപ്തികരമാണ്, നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു സർക്കാരിന്റെ വാദം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് നേരത്തെ പാർട്ടിയും സർക്കാരും നിലപാടെടുത്തു. എങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ചോദ്യം. അക്കാര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിലപാട് വരികയാണ്, തീർപ്പ് വരികയാണ്. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ടതില്ല എന്ന ഉത്തരവിലേക്ക് എത്തിയത്? രതീഷെ, അല്പം മുമ്പാണ് ഹൈക്കോടതി ആ സുപ്രധാനമായ വിധി പ്രസ്താവം പറഞ്ഞത്. അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല, പക്ഷേ ഹൈക്കോടതി ഇതിൽ ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നിരിക്കുന്നു. കണ്ണൂർ റേഞ്ച് DIG ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കണം. അതോടൊപ്പം തന്നെ റേഞ്ച് DIGയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പാടുള്ളൂ. റേഞ്ച് IG ഈ കേസ് നേരിട്ട് മേൽനോട്ടം വഹിക്കണം. ഇതിന്റെ പീരിയോഡിക്കൽ റിപ്പോർട്ട്, അതായത് ഇതിന്റെ ഓരോ ഘട്ടത്തിലുള്ള റിപ്പോർട്ട് കൃത്യമായും പരിശോധിക്കണമെന്ന വ്യവസ്ഥ കൂടി ഹൈക്കോടതി വച്ചിരിക്കുന്നു. അതായത് SIT തന്നെ ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ആ അന്വേഷണത്തിന് പോരായ്മകളുണ്ടോ എന്നത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിക്കണമെന്ന് കൂടി ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. കണ്ണൂർ റേഞ്ച് DIGക്കാണ് ആ മേൽനോട്ട ചുമതലയുള്ളത്. ഇപ്പോൾ പുതിയ കണ്ണൂർ റേഞ്ച് DIG ആയി വരുന്നത് പുതിയ നിയമനം വരികയാണ്. ആ നിയമനം വരുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം ഇതിന്റെ മുഴുവൻ മേൽനോട്ടവും വഹിക്കേണ്ടത്. ഇപ്പോൾ യതീഷ് ചന്ദ്രയാണ് കണ്ണൂർ റേഞ്ച് DIG ആയി പുതുതായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ ആ മേൽനോട്ട ചുമതല യതീഷ് ചന്ദ്രയിലേക്ക് വരികയാണ്. അതായത് ഈ SITയുടെ മുകളിൽ കൃത്യമായ ഒരു മേൽനോട്ടത്തിന് കണ്ണൂർ റേഞ്ച് DIGയെ കൊണ്ടുവരുന്നു. ഇതിന്റെ പീരിയോഡിക്കൽ റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിക്കാൻ കോടതി തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഹാങ്ങിങ് പറഞ്ഞുകൊണ്ടാണല്ലോ മഞ്ജുഷ ADM നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയത്. സർക്കാരാണ് എങ്കിൽ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്, സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആ വാദം അംഗീകരിക്കപ്പെടുകയായിരുന്നോ? മാധു, കേസ് ഡയറി അടക്കം വിശദമായി പരിശോധിച്ച ശേഷമാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് ആ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരു CBI അന്വേഷണത്തിലേക്ക് കൈമാറേണ്ട രീതിയിലുള്ള പാകപ്പിഴകൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇല്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതി മുമ്പാകെ ഉന്നയിച്ച നിരവധി ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ കൂടി ഹൈക്കോടതി ഒരു പരിഹാരം കാണുന്നു. അതുകൊണ്ടാണ് കോടതി ഇതിൽ കൃത്യമായ മേൽനോട്ടം വേണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതുവരെ കണ്ണൂർ SP ആണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. ഇപ്പോൾ കണ്ണൂർ റേഞ്ച് DIGയെ ഈ കേസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ അന്തിമമായ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് അത് വിശദമായി കണ്ണൂർ റേഞ്ച് DIG പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ കുറ്റപത്രം നൽകാൻ പാടുള്ളൂ എന്ന് കോടതി പറയുന്നു. ഇതോടൊപ്പം തന്നെ മഞ്ജുഷ മുന്നോട്ട് വെച്ച മറ്റൊരു ആശങ്കയാണ്, അതായത് ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് സംബന്ധിച്ച ഒരു സംശയം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. സംശയിക്കുന്നുണ്ട്, കൊലപാതകമാണ് എന്നത് സംശയിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആ നിലയിൽ ഗൗരവമായി അത്തരം തെളിവുകളിലേക്ക് പോയില്ല. എന്തായിരുന്നല്ലോ പ്രധാനപ്പെട്ട ഒരു വാദമായി മഞ്ജുഷയുടെ ഭാഗത്ത് വന്നത്. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടോ? ഇപ്പോൾ കേസ് ഡയറി ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു. നരഹത്യയിലേക്ക് അടക്കം സംശയമുള്ളതിനാൽ അന്വേഷണം പോകണമെന്ന മഞ്ജുഷയുടെ ആവശ്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് പരിഹരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ മേൽനോട്ട ചുമതലയിലേക്ക് വയ്ക്കുന്നത്. രതീഷ്, അത് തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ ഹോമിസൈഡ് ആണോ അതോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായും SIT അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. കുടുംബത്തിന്റെ ആശങ്ക ഒരു വശത്ത് കോടതി പരിഹരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ CBI അന്വേഷണം വേണ്ടതില്ല ഇപ്പോൾ എന്ന് കോടതി തീരുമാനിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കേസിന്റെ കേസ് ഡയറി വിശദമായി ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു കേസ് മറ്റൊരു ഏജൻസിക്ക് കൈമാറുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം അന്വേഷണത്തിൽ അത്രയും വലിയ പാകപ്പിഴകളോ രാഷ്ട്രീയമായ വലിയ സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് കോടതി ഇതിനു
മുൻപ് ആ കേസുകളൊക്കെ തന്നെ CBIക്ക് കൈമാറിയിട്ടുള്ളത്. കാരണം ഇവിടെ നിന്നൊരു സംസ്ഥാന പോലീസിന്റെ അന്വേഷണ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് അവിടെ നിന്നൊരു കേസെടുത്ത് CBIക്ക് കൈമാറുമ്പോൾ അതിന് മതിയായ കാര്യകാരണങ്ങൾ വേണം.